നിറം മങ്ങിയ ഒരു ചെറിയ വാടക വീട്ടിലാണ് ഡെല്ലയും ജെയിംസ് ഡെല്ലിംഗ്ഹാമും താമസിക്കുന്നത്. വീടെന്ന് പറയാൻ തന്നെ കൊള്ളില്ല. യാചകർക്ക് പോലും ഒരുപക്ഷെ ഇതിലും നല്ല ഭവനങ്ങളുണ്ടാകും. ജീവിതത്തിൻ്റെ നെരിപ്പോടിനുള്ളിൽ കിടന്നു കൊള്ളുകയാണ് ഈ യുവദമ്പതികൾ. $30 വരുമാനം ലഭിച്ചപ്പോൾ അവർക്ക് ഒരുവിധം കാര്യങ്ങൾ നീങ്ങുമായിരുന്നു. ഇപ്പോഴാകട്ടെ $20 മാത്രം. ഡെല്ല തങ്ങളുടെ ജീവിതാവസ്ഥകൾ ഓർത്ത് പലപ്പോഴും വിതുമ്പിയിട്ടുണ്ട്. സങ്കടം വർദ്ധിക്കുമ്പോൾ അവൾ കിടക്കയിൽ വീണ് കരയും. അതിനൊരു കാരണം കൂടിയുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ജിമ്മിന്, അങ്ങനെയാണ് അവൾ ഡെല്ലിംഗ്ഹാമിനെ വിളിക്കുന്നത്. ജിം, ഒരു ക്രിസ്മസ് സമ്മാനം നൽകണം. പക്ഷേ തൻ്റെ പക്കൽ വെറും $1.87 ഉള്ളത്. അതുകൊണ്ട് എന്ത് വാങ്ങാനാണ്? സമ്മാനം നൽകുന്നത് എന്തെന്ന് അപ്പോൾ മാത്രമേ ജിം അറിയാൻ പാടുള്ളൂ എന്ന് അവൾക്ക് നിർബന്ധമാണ് താനും. പക്ഷേ എങ്ങനെ വാങ്ങും? ഈ ചിന്ത അവളെ അലട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഡെല്ലയ്ക്കും ജിമ്മിനും അഭിമാനം പകരുന്ന 2 വസ്തുക്കൾ അവിടെയുണ്ട്. ഡെല്ലയുടെ മുടിയാണ് ഒന്ന്. അഴിച്ചിട്ടാൽ മുട്ടുവരെ എത്തുന്ന പനങ്കുല പോലെയുള്ള മുടി. അഴിഞ്ഞു വീഴുമ്പോൾ ഒരു വെള്ളച്ചാട്ടം പോലെ തോന്നിക്കും. അവൾ തൻ്റെ ജനാലയുടെ അരികിൽ നിന്ന് മുടി അഴിച്ചിട്ടാൽ അത് ഷേബ രാജ്ഞിയുടെ മുഴുവൻ പ്രതാപത്തിനും മുകളിലാവും. ജിമ്മിന് അഭിമാനം പകരുന്നത് അയാളുടെ മനോഹര വാച്ചാണ്. സ്വർണ്ണ നിറത്തിലുള്ള വാച്ച്. അയാൾക്ക് ആ വാച്ച് കിട്ടിയത് തൻ്റെ പിതാമഹനിൽ നിന്നാണ്. അദ്ദേഹത്തിൽ നിന്ന് തൻ്റെ പിതാവിന് ലഭിച്ചു, ഇപ്പോൾ തനിക്കും. അത് കയ്യിലണിയുമ്പോൾ ജിമ്മിൻ്റെ അഴക് 10 മടങ്ങ് വർദ്ധിക്കുമെന്നാണ് ഡെല്ല പറയുന്നത്. ജിമ്മിനുള്ള ക്രിസ്മസ് സമ്മാനം വാങ്ങാൻ തൻ്റെ പക്കലുള്ളത് വെറും $1.87. അവൾ നൊമ്പരപ്പെടുത്തുന്ന ഈ ചിന്തയുമായി മുറിയിൽ നടക്കുമ്പോൾ ഭിത്തിയിൽ ചാരിവെച്ച നിലക്കണ്ണാടിയിൽ തൻ്റെ രൂപം കാണുവാനിടയായി. അവൾ ഒരു നിമിഷം നിന്നു. സന്തോഷം കൊണ്ട് അവളുടെ മുഖം തെളിഞ്ഞു. കണ്ണുകളിൽ ഒരു പ്രകാശം മിന്നി മറഞ്ഞു. അവൾ തിടുക്കത്തിൽ വേഷം ധരിച്ചു. മുടി ചെയ്യുമ്പോൾ ഒരു നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ അവൾ അതിവേഗം കോണിപ്പടികൾ ചാടിയിറങ്ങി. പിന്നീട് അവൾ ഓടുകയായിരുന്നു. ഒരു കടയുടെ മുമ്പിൽ അവൾ നിന്നു. മാഡം സോഫ്രോണി തലമുടി വ്യാപാരം എന്നെഴുതിയ ബോർഡാണ് അവളെ പിടിച്ചു നിർത്തിയത്. അവൾ കടയ്ക്കുള്ളിലേക്ക് തിടുക്കത്തിൽ പ്രവേശിച്ചു. മുടിയുണ്ട്, എടുക്കുമോ? ഡെല്ല കടയുടമയോട് ചോദിച്ചു. ഓ, അതല്ലേ ഞങ്ങളുടെ വ്യാപാരം. തൊപ്പിയെടുക്കൂ, നോക്കട്ടെ, മാഡം സോഫ്രോണി പറഞ്ഞു. അവർ ഡെല്ലയുടെ മനോഹരമായ മുടി കൈകളിൽ ഉയർത്തി നോക്കി. അവളുടെ കേശഭാരത്താൽ കടയുടമയുടെ കൈകൾ താഴ്ന്നുപോയി. $20 തരാം, അവർ പറഞ്ഞു. ശരി, സമ്മതം. വേഗം മുറിക്കൂ, ഡെല്ല പറഞ്ഞു. അവളുടെ സന്തോഷവും അഭിമാനവുമായിരുന്ന മുടി ഇപ്പോൾ ഇല്ലാതായി. ഡെല്ല പണവുമായി പുറത്തേക്കിറങ്ങി. ബ്രോഡ്വേയിലെ കടകൾ കയറിയിറങ്ങി. അവസാനം അവൾ തൻ്റെ പ്രിയപ്പെട്ട ജിമ്മിനുള്ള ക്രിസ്മസ് സമ്മാനം കണ്ടെത്തി. പ്ലാറ്റിനത്തിൽ നിർമ്മിച്ച വാച്ചിൻ്റെ ചെയിൻ. ഓ, ഇതണിഞ്ഞാൽ എൻ്റെ ജിം എത്ര സുന്ദരനായി മാറും. എന്താണ് ഇതിൻ്റെ വില? അവൾ ചോദിച്ചു. $21. അവൾ പണം നൽകി ചെയിൻ വാങ്ങിച്ചു. ഇപ്പോൾ അവളുടെ പക്കൽ 87 സെൻറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. വാച്ചിൻ്റെ ചെയിനുമായി അവൾ പുറത്തിറങ്ങി. അല്പസമയം കഴിഞ്ഞപ്പോൾ അവൾക്ക് വിവേകം തിരിച്ചു കിട്ടി. ഇപ്പോൾ അവളെ കണ്ടാൽ ക്ലാസ്സിൽ നിന്ന് ഒളിച്ചോടി വരുന്ന ഒരു ആൺകുട്ടിയെപ്പോലെ തോന്നുമായിരുന്നു. അവളുടെ മുടി ചുരുണ്ട് കാറ്റിൽ പാറി പറന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവൾ ചിന്തിച്ചു, ഈ നിലയിൽ കണ്ടാൽ എൻ്റെ ജിമ്മിന് എന്നെ ഇഷ്ടപ്പെടുമോ? അവൾ വീട്ടിൽ ചെന്നു. ജിമ്മിന് പ്രിയപ്പെട്ട മട്ടൺ ചോപ്സ് തയ്യാറാക്കി. ജിം കൃത്യസമയത്ത് തന്നെ വീട്ടിലെത്തും. ജിം വരേണ്ട സമയമായി. അവൾ തൻ്റെ കയ്യിൽ ക്രിസ്മസ് സമ്മാനവുമായി കാത്തുനിന്നു. ദൈവമേ, എൻ്റെ ജിമ്മിന് എന്നോട് പിണക്കം തോന്നരുതേ, അവൾ പ്രാർത്ഥിച്ചു. ജിം കതക് തുറന്ന് അകത്ത് കയറി. അയാൾ അവളെ തന്നെ നോക്കി നിന്നു. അയാളുടെ കണ്ണുകളിൽ അവളുടെ പുതിയ രൂപം എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയതെന്നോ. അത് അയാളുടെ മുഖത്തേക്ക് ഇരച്ചു കയറി. കോപമോ വേദനയോ നിസ്സഹായതയോ സംഭ്രമമോ എന്നറിയാത്ത ഭാവം. അവൾ പറഞ്ഞു, ജിം, അരുതേ, എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കരുതേ. അതെന്നെ ആകെ തളർത്തും. ക്രിസ്മസിന് അങ്ങേക്കൊരു സമ്മാനം തരാതെ ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ? അതിനായാണ് ഞാൻ എൻ്റെ മുടി മുറിച്ച് വിറ്റത്. അത് വേഗം വളർന്നുകൊള്ളും. അപ്പോൾ നിന്റെ മുടി മുറിച്ച് കളഞ്ഞെന്നോ? ജിം ചോദിച്ചു. എത്ര ശ്രമിച്ചിട്ടും അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഡെല്ല പറഞ്ഞു, എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. നാളെ ക്രിസ്മസ് അല്ലേ? അങ്ങയ്ക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്തത്. എൻ്റെ തലയിലെ മുടി എണ്ണുവാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അങ്ങയോടുള്ള സ്നേഹം ആർക്കും എണ്ണുവാൻ കഴിയുകയില്ല. എന്നെ സംശയിക്കേണ്ട ഡെല്ല. ഒരു മുടിവെട്ടിനോ വേഷം മാറ്റത്തിനോ എൻ്റെ ഡെല്ലയോടുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും വരുത്താൻ കഴിയില്ല. ജിം തൻ്റെ കയ്യിലുള്ള പൊതി മേശയിലേക്ക് സാവധാനം വെച്ചിട്ട് പറഞ്ഞു, ഈ പൊതി തുറന്നു നോക്കിയാൽ മതി. ഡെല്ല ഓടിച്ചെന്ന പൊതിയെടുത്തു. അതിവേഗം അവൾ മനോഹരമായി പൊതിഞ്ഞിരുന്ന ആ കെട്ടിൻ്റെ നാടകൾ അഴിച്ചു. അത് ഡെല്ല ഏറെ നാൾ ആഗ്രഹിച്ചിരുന്ന വിലയേറിയ ഒരു പറ്റം ചീപ്പുകളായിരുന്നു. തൻ്റെ അഴകാർന്ന മുടിയിൽ അണിയുവാനുള്ളത്. ഈ കാഴ്ച
അവളെ ആകെ തളർത്തി. അവൾ കരയുവാൻ തുടങ്ങി. അത് വളരെ ഉച്ചത്തിലായി. ആ ശബ്ദം കേട്ട് വീട്ടുടമ വരെ ഓടിയെത്തി. അവൾ ആ ചീപ്പുകൾ മാറോട് ചേർത്ത് വെച്ചു. അവളുടെ വിതുമ്പൽ കെട്ടടങ്ങിയപ്പോൾ കണ്ണുകൾ ഉയർത്തി അയാളെ നോക്കി അവൾ പറഞ്ഞു, ജിം, ഞാൻ വാങ്ങിയ ക്രിസ്മസ് സമ്മാനം കാണണ്ടേ? കൈകൾ നീട്ട്, ആ വാച്ചിങ് തരൂ. അയാൾ അതനുസരിക്കാതെ ഇരു കൈകളും തലയിൽ ചേർത്ത് വെച്ച് ചെറുപുഞ്ചിരിയോടെ സോഫയിലേക്ക് ഇരുന്നു. ഇന്ന് ക്രിസ്മസ് അല്ലേ, നമ്മുടെ സമ്മാനങ്ങൾ അവിടെ ഇരിക്കട്ടെ. മട്ടൺ ചോപ്സ് കൊണ്ടുവാ. ആ ചീപ്പുകൾ വാങ്ങാൻ ഞാൻ എൻ്റെ വാച്ച് വിറ്റു. ജിമ്മും ഡെല്ലയും പരസ്പരം കൈമാറിയ ക്രിസ്മസ് സമ്മാനങ്ങൾ ഇപ്പോൾ അവരെ സംബന്ധിച്ച് ഉപയോഗശൂന്യമാണ്. രണ്ടുപേർക്കും ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിലൊളിപ്പിച്ചിരിക്കുന്ന സ്നേഹം, അതാണ് അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി. ക്രിസ്മസ് ഓർമ്മിപ്പിക്കുന്നതും അതുതന്നെയാണ്.